നാജില ഷാ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. അതിനകത്തുനിന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നാജില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ നാലാമത്തെ ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലായിരുന്നു വീഡിയോ. ഇതിനു മുമ്പ് ഉണ്ടെങ്കിൽ നാജില 3 കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന ഷാൻ എന്ന് പറയുന്ന ആളുമായിട്ട് കല്യാണം കഴിച്ചിരുന്നത്. അതുകൊണ്ട് ഇതേ കണക്ക് ഭയങ്കര വലിയൊരു കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് ഇവരുണ്ടെങ്കിൽ ഒന്ന് ചേർന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ നോക്കുന്നില്ല, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കാണ് ഭയങ്കര സപ്പോർട്ട്, തന്നെ ഉപേക്ഷിച്ചു, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമിച്ചുള്ള രീതിയിലായിരുന്നു വീഡിയോ ഇട്ടിരുന്നത്. ഇപ്പോൾ അവരുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇവരുണ്ടെങ്കിൽ നടക്കുന്നത് ഇരിക്കുന്നത് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരുപാട് യൂട്യൂബ് ചാനൽ കാണുന്നതാണ്. അങ്ങനത്തെ ഉള്ളൊരു യൂട്യൂബ് ചാനലാണ് ഇവരുടേതും. കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് ഇടുന്നതായിരിക്കും. ഫാമിലി കാര്യം, അല്ലാത്ത കാര്യം, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ എടുത്തിടുന്നതായിരിക്കും. സോ അതിനകത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ആ ഷാൻ്റെ അമ്മയ്ക്കുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. അതിനെക്കുറിച്ചിട്ടായിരുന്നു ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. ഇതേ കണക്ക് ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തുണ്ടെങ്കിൽ തന്നെ വിളിക്കും. തനിക്കുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല. അതിനെ തുടർന്നുണ്ടെങ്കിൽ ഓരോ അടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവ് ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനെയും സപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് തന്നെ ഉപേക്ഷിച്ചെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം പോലും ആയില്ല. അതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഒരു ടൂറ് പോകുന്നതുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും ഇവർ പിരിഞ്ഞെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നം എന്നുള്ള രീതി അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ചുമ്മാതാണ്. ഇത് ആൾക്കാരെ ഉണ്ടെങ്കിൽ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത്. അതിന് വ്യൂസിന് വേണ്ടിയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഒരുപാട് ട്രെൻഡ് നമ്മൾ കാണുന്നതാണ്. ഇത് കണക്ക് ഫാമിലിയിൽ പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവർ ഒന്ന് ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ശരി, ഇനി നാടകമാണെങ്കിൽ ഇതേകണത്തുള്ള ട്രെൻഡ് ഒരുപാട് പേര് കൊണ്ടുപോകുന്നത് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.